നമ്മളുടെ സ്വർണം വിൽക്കുന്നതാണോ അതോ പണയം വെക്കുന്നതാണോ ബെറ്റർ എന്നുള്ളത്. Hello everyone. So today we have with us UGS Gold Loan Managing Director Mr. Ajit Palat. Hi sir. Hi. Welcome. So actually ആദ്യം തന്നെ നമുക്കിപ്പോഴും പലർക്കും ഉള്ള ഒരു പ്രധാന സംശയത്തിലൂടെ നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ എനിക്കുള്ളൊരു ഡൗട്ടാണ്. കാരണം ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നമുക്ക് ഒരു സാമ്പത്തിക പ്രതിസന്ധി വരികയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു അറിവിൽ ആദ്യം തന്നെ ആശ്രയിക്കുന്നത് സ്വർണത്തിലേക്കായിരിക്കും, നമ്മുടെ സ്വർണത്തിലേക്കായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴുള്ളൊരു സംശയമാണ് നമ്മളുടെ സ്വർണം വിൽക്കുന്നതാണോ അതോ പണയം വെക്കുന്നതാണോ ബെറ്റർ എന്നുള്ളത്. സോ ഇൻ യുവർ പെർസ്പെക്റ്റീവ് വിച്ച് ഡിസിഷൻ ഇസ് ബെറ്റർ, നമ്മൾ വിൽക്കുന്നതാണോ അതോ പണയം വെക്കുന്നതാണോ? ഓക്കെ, ഇതിൻ്റെ ഉത്തരം വളരെയധികം വ്യക്തമാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് സ്വർണം എന്ന് പറയുന്നത്, പണ്ട് സ്വർണം അലങ്കാര വസ്തുവായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നു, ആഭരണങ്ങളായിട്ട് ഓർണമെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇന്ന് സ്വർണം എല്ലാവരും കാണുന്നത് ഒരു ഫിനാൻഷ്യൽ അസറ്റ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ആളുകൾ ഗോൾഡിനെ കാണുന്നത്. സോ എല്ലാവരുടെയും കാഴ്ചപ്പാട് തന്നെ മാറിപ്പോയി. അപ്പോൾ വൺസ് നമ്മൾ ഗോൾഡ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനൻ്റ്ലി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. ഓക്കെ, സോ നമുക്കത് പണയം വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പണം നമുക്ക് ലഭിക്കും. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ നമ്മുടെ ലോണ്, ആ ഗോൾഡ് ലോണ് നമുക്ക് എന്ത് ചെയ്യാം, റീപേയ്മെൻറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ അസറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച് നമ്മുടെ കൈകളിലേക്ക് തന്നെ വരും. അപ്പോൾ എന്തുകൊണ്ടും ഗോൾഡ് സെയിൽ ചെയ്യുന്നതിനേക്കാൾ നല്ലത് പണയം വെക്കുന്നതാണ്. അതെ, നമ്മുടെ കയ്യിൽ നമ്മുടെ ആ ഒരു അസറ്റ് നമ്മുടെ കയ്യിലുണ്ടാവും. അതെ അതെ, അത് ശരിയാണ്. സോ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു എന്തായാലും നമ്മളുടെ സ്വർണം വിൽക്കുന്നതിനേക്കാളും പണയം വെക്കുന്നത് തന്നെയാണ് ബെറ്റർ എന്നുള്ളത്. പക്ഷെ നമുക്കത് കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്ത് പറയാൻ പറ്റും. ബിക്കോസ് ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും ആളുകളിലുണ്ട്. ഈ ഒരു പണയം വെക്കുന്നത് എന്തുകൊണ്ടാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് സാർ പറയാനുള്ള കാരണം? അല്ല, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം, ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് ഗോൾഡിൻ്റെ പ്രൈസിനുണ്ടായ ഹൈക്ക് നമുക്കെല്ലാവർക്കും അറിയാം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഏകദേശം 100% ഹൈക്കാണ് ഗോൾഡിൻ്റെ പ്രൈസിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരു വ്യക്തി ഉദാഹരണത്തിന് ഒരു 1 lakh, ഏകദേശം ഒരു ആവറേജ് ഇൻട്രസ്റ്റ് നമ്മളൊരു 10% എടുത്തു കഴിഞ്ഞാൽ അതിൽ അദ്ദേഹം ഗോൾഡ് പ്ലഡ്ജ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഒരു വർഷം കൊണ്ട് അടയ്ക്കേണ്ട ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 1,10,000 രൂപയാണ്. നേരെ മറിച്ച് ഇവിടെ ഗോൾഡ് അയാൾ സെയിൽ ചെയ്യുകയായിരുന്നെങ്കിൽ അയാൾക്ക് ഏകദേശം ഈ 100% ഹൈക്ക് ഏകദേശം ഒരു 2 lakhs, 1 lakh ആയിരുന്നെങ്കിൽ 2 lakhs അയാൾക്ക് എന്ത് ചെയ്യും, അവിടെ ലോസ് വരിക. സോ അതുകൊണ്ടാണ് ഗോൾഡ് നമ്മൾ പ്ലഡ്ജ് ചെയ്യുകയാണ്, ഗോൾഡ് സെയിൽ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഗോൾഡ് പ്ലഡ്ജ് ചെയ്യുകയാണെന്ന് പറയാനുള്ളൊരു വ്യക്തമായ കാരണം അത് തന്നെയാണ്. ഗോൾഡ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് എല്ലാവരും. അത് പറഞ്ഞത് കറക്റ്റ് പോയിന്റ്. നമ്മൾ നേരത്തെ അലങ്കാരമാണെന്ന് പറഞ്ഞായിരുന്നു, ബട്ട് അല്ല, അത് എനിക്ക് തോന്നുന്നു ഒരു ഫിനാൻഷ്യൽ സ്മാർട്ട് മൂവ് ആയിരിക്കും പണയം വെക്കുന്നത്. അതെ അതെ അതെ. UGS Gold Loan നിങ്ങളുടെ ഏതു സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്.